Hi all. Today we are going to the revision 1 of module 1 biomedical instrumentation E372. ക്ലാസ്സിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. ഏപ്രിൽ 2018 റെഗുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഏകദേശം 3 മോഡ്യൂൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുത്തു. ഇപ്പോൾ നമ്മൾ വീണ്ടും മോഡ്യൂൾ 1ലേക്ക് പോവാണ്. മോഡ്യൂൾ 1ലും മോഡ്യൂൾ 2 മോഡ്യൂൾ 3 എന്നീ 3 മോഡ്യൂളുകളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മോഡ്യൂൾ 1 ആണ് ഇന്നത്തെ റിവിഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കാം മോഡ്യൂൾ 1ൽ ഏതൊക്കെ ചോദിക്കാം, ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 ടോപ്പിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് മാൻ ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാൻ ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് മാൻ ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റം എന്ന് എക്സാമിന് ചോദിക്കാം. ആ ബ്ലോക്ക് ഡയഗ്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ അതിലൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ടോപ്പിക്സ് നോക്കാം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്, രക്തപര്യന വ്യവസ്ഥ അല്ലേ, നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങും ഹാർട്ടിൻ്റെ കാര്യങ്ങളും ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യമാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ നമ്മുടെ നെർവ് സിസ്റ്റം. 3 ഡിഫറെൻറ്റ് സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിലുള്ള മെയിൻ 3 പാർട്ട് എന്ന് പറയുന്നത്. ആ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡിയോ വാസ്കുലർ സിസ്റ്റമാണ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാൻ ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റത്തിൽ എന്താണെന്ന് നോക്കാം. എ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റേഷൻ റിക്വയർഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ഈസ് കോൾഡ് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള മനുഷ്യനും അല്ലെങ്കിൽ ആ ബോഡിയും ഇൻസ്ട്രുമെൻറ്റും എടുക്കുക. അപ്പോൾ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് നടത്തി അവിടുത്തെ മെഷർമെൻറ്റ് എടുക്കുകയാണ് ഈ സിസ്റ്റം വഴി ഉദ്ദേശിക്കുന്നത്. ദ കമ്പോണൻസ് ഓഫ് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം ആർ ആസ് ഫോളോസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബോഡിയിലൊരു മനുഷ്യൻ്റെ ബോഡി, അതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ആ സബ്ജക്റ്റിൽ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു, ഡിഫറെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതുപോലെ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്, ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്, റെക്കോർഡിങ്, അതുപോലെ ഡിസ്പ്ലേ ഡിവൈസ്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഓരോ പാർട്ടുകൾ അല്ലെങ്കിൽ ഓരോ കമ്പോണൻറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സബ്ജക്റ്റ്. എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് ഈസ് ദ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ മെഷർമെൻറ്റ് നടത്തുന്ന ആ ബോഡി പാർട്ട് അല്ലെങ്കിൽ ആ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് സ്റ്റിമുലസ് ആണ്. ഇൻ മെനി മെഷർമെൻറ്റ് ദ റെസ്പോൺസ് ടു സം ഫോം ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഈസ് റിക്വയർഡ്. ദ ഇൻസ്ട്രുമെൻറ്റേഷൻ യൂസ് ടു ജനറേറ്റ് ദി സ്റ്റിമുലസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം. ദ സ്റ്റിമുലസ് മേ ബി വിഷ്വൽ, എക്സാമ്പിൾ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഓഡിറ്ററി, എക്സാമ്പിൾ എ ടോൺ, എക്സെട്ര. അപ്പോൾ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ കൊടുക്കുന്നത്, മെഷർമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത്, അതൊരു ഫ്ലാഷ് അല്ലെങ്കിൽ ലൈറ്റ് ആവാം, ഒരു ലൈറ്റ് സിഗ്നൽ ആവാം, ഇല്ലെങ്കിൽ ഒരു സൗണ്ട്, ഒരു ടോൺ, അങ്ങനെയുള്ള സിഗ്നലും ആവാം. അതാണ് സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാർട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻറ്റു അനദർ ഫോം ഓഫ് എനർജി. ഇൻ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം ഈച്ച് ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് സിഗ്നൽ that is analogous to phenomenon being measured. Output of transducer is always an electric signal. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു സിഗ്നലിനെ മറ്റൊരു സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. ആ കൺവേർട്ട് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ദെൻ നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ആണ്. എന്താണ് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ആംപ്ലിഫൈസ് ആൻഡ് മോഡിഫൈസ് ദ സിഗ്നൽ ഒബ്റ്റൈൻഡ് ഫ്രം ട്രാൻസ്ഡ്യൂസർ into a suitable form. It also used to combine the output of 2 or more transducer. അപ്പോൾ 2 or 3 ട്രാൻസ്ഡ്യൂസർ നമ്മൾ കണ്ടുകൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഔട്ട്പുട്ടിനെ കമ്പൈൻ ചെയ്യാനാണ് ഈ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്.
Then display equipment. It is used to display the result we obtain from the process. അപ്പോൾ ഡിസ്പ്ലേ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ദ ഔട്ട്പുട്ട് ഈസ് ഫ്രോം വിഷ്വൽ, ഓഡിബിൾ ഓർ ടാക്റ്റൈൽ ഇൻഫർമേഷൻ. വിഷ്വൽ ആവാം, ഓഡിബിൾ ആവാം, അല്ലെങ്കിൽ തൊട്ടറിയാവുന്ന എന്തെങ്കിലും ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ആവാം. ദെൻ ആറാമത് റെക്കോർഡിംഗ്, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ മെഷേർഡ് ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ് ഓർ ടു ട്രാൻസ്മിറ്റ് ഇറ്റ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ ഉള്ള രീതിക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും അതിനെ പ്രോസസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ. ദെൻ സെവൻത് വൺ, കൺട്രോൾ ഫീഡ്ബാക്ക്. ഇറ്റ് ഈസ് യൂസ് ടു ഗീവ് ഫീഡ്ബാക്ക് ടു ദ സിസ്റ്റം ഫോർ ഒബ്റ്റെയിനിങ് എഫിഷ്യൻറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനെ വീണ്ടും എഫിഷ്യൻ്റ് ആയിട്ട് മാറ്റാനാണ്. ഇൻപുട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെങ്കിൽ ആ എററിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് വീണ്ടും ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് കൊടുത്ത് ആ സിസ്റ്റത്തിലുള്ള ഔട്ട്പുട്ടിനെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നിലനിർത്താനാണ്. എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ഫ്രം സിഗ്നൽ കണ്ടീഷനിങ് ഓർ ഡിസ്പ്ലേ എക്യുപ്മെൻറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിനായിട്ട് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ആണ്. കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. ഓക്കെ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ഹാർട്ട്. കാർഡിയോ മീൻസ് ഹാർട്ട് ആൻഡ് വാസ്കുലാർ മീൻസ് വെസൽ. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്, വാസ്കുലാർ എന്ന് പറഞ്ഞാൽ വെസൽസ് ആണ്. ഹാർട്ടും വെസൽസും, ഹാർട്ടിലുള്ള വെസൽസ്, അല്ലെങ്കിൽ ഒറ്റ ഇതിൽ പറഞ്ഞ ഹൃദയത്തിൻ്റെ രക്തപര്യന വ്യവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സിസ്റ്റം മെയ്ഡ് ഓഫ് ഹാർട്ട്, വെസൽസ് ആൻഡ് ബ്ലഡ്. ഹാർട്ടും വെസലുകളും അതുപോലെ ബ്ലഡും ചേർന്നതാണ് ഈ ഒരു സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു പിക്ചർ നമുക്ക് കാണാം. അവിടെ ഡിഫറെൻറ്റ് പാർട്സുകളുണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മൾ പണ്ടുതൊട്ടേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ടും 4 ചേമ്പേഴ്സ്, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. അതുപോലെ വാൽവുകളുണ്ട്. പൾമണറി വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, ബൈക്കസ്പിഡ് വാൽവ്, അതുപോലെ സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് അറിയാം. ഈ ഓരോ സെക്ഷനും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ പാർട്ട് എന്താണ്, ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹാർട്ടിന് 4 വാൽവുകളുണ്ട്. ട്രൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ വാൽവ്, രണ്ടാമത് ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിറ്റൽ വാൽവ്, അതും അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ വാൽവ്, മൂന്നാമത് പൾമണറി വാൽവ്, 4 അയോർട്ടിക് വാൽവ്. ഹാർട്ട് വാൾ കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. 3 ലെയറുകളുണ്ട്. 1 പെരികാർഡിയം, 2 മയോകാർഡിയം, 3 എൻഡോകാർഡിയം. 4 ടൈപ്പ് ബ്ലഡ് വെസൽസ് ഉണ്ട്. 4 types of blood vessels are there. 1 are arteries, 2 veins, 3 capillaries. ധമനികളും അതുപോലെ വെയിൻസ്, പിന്നീട് ചെറിയ ലോമികൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ. അപ്പോൾ ഫങ്ഷൻ നോക്കുക. ഇറ്റ് ഹെൽപ്സ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂമറസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് ദ ബ്ലഡ് സെൽ. ബ്ലഡ് സെല്ലിൽ അല്ലെങ്കിൽ ബ്ലഡിനകത്ത് എന്തൊക്കെ ചെയ്യുന്നത്, ഓക്സിജനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അതുപോലെ ന്യൂട്രിയൻസിനെയൊക്കെ പരസ്പരം പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീ ഓക്സിജനായിട്ടുള്ള ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ആയിട്ട് മാറ്റുന്നു. അതാണ് ഹാർട്ട് ചെയ്യുന്നത്. ഹാർട്ടിൽ നിന്നും ഡീ ഓക്സിജനായിട്ടുള്ള ബ്ലഡ് നേരെ ലങ്സിൽ പോയി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിൽ കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ് ടോട്ടലി ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും ഓക്സിജൻ പ്യുവറായിട്ടുള്ള ബ്ലഡ്, അത് വെച്ചാൽ ഡീ ഓക്സിജനായിട്ടുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയം വഴി റൈറ്റ് വെൻട്രിക്കിലേക്ക് പോകുന്നു. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും തിരിച്ച് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലോട്ട് പോവാതെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു വാൽവ് കൂടിയാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി വാൽവ് വഴി പൾമണറി ആർട്ടറിയിൽ കൂടി ലങ്സിലെത്തുന്നു. ലങ്സിലെത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി മാറുന്നു. അപ്പോൾ ശുദ്ധമായ രക്തം പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. വീണ്ടും ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് പോകുന്നു. അതിനിടയ്ക്ക് ഒരു വാൽവ് ഉണ്ട്, അതാണ് ബൈക്കസ്പിഡ് വാൽവ്. തിരിച്ച് ബ്ലഡ് എന്ത് ചെയ്യത്തില്ല, ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോവാതെ ആര് നോക്കും, ബൈക്കസ്പിഡ് വാൽവ് നോക്കും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും അയോട്ടിക് വാൽവ് വഴി അയോട്ടയിലേക്ക് കയറുന്നു. ഡിഫറൻറ്റ് ബോഡി ടിഷ്യൂലേക്ക് പ്യുവറായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നു. വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് വീണ്ടും ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വീനക്കാവ വഴി കൊടുക്കുന്നു. ഇതാണ് പ്രോസസ്സ്.
ഓക്കെ, പമ്പിങ് ഓഫ് ബ്ലഡ്. നമുക്ക് ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ ഫംഗ്ഷൻ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഓപ്പറേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഓക്സിജൻ പ്യുവർ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഇൻ ടു റൈറ്റ് ഏട്രിയം ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി. ബ്ലഡ് ഫ്രം അപ്പർ ബോഡി റിട്ടേൺസ് ത്രൂ സുപ്പീരിയർ വീന കാവ, ലോവർ ബോഡി റിട്ടേൺസ് ത്രൂ ഇൻഫീരിയർ വീന കാവ. When the blood filled right atrium contracts, the tricuspid valve opens and blood is pumped into right ventricle of heart. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് സെൻറ്റൻസുകൾ ഒന്ന് നോട്ട് ചെയ്യാൻ മാത്രം മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. When the right ventricle is full, tricuspid valve closes and prevents the backflow of blood into atrium. When right ventricle contracts, blood is pumped through the pulmonary valve into the pulmonary artery into the legs. Pulmonary valve closes and prevents the blood from backflow into the ventricle. Oxygen rich blood returns to the left atrium of heart from the legs. When left atrium contracts, mitral valve opens, blood is pumped into left ventricle. This happens at the same time when the right atrium pumps blood into the right ventricle. When left ventricle becomes full and mitral valve closes, when left ventricle contracts, oxygenated blood is pumped through aortic valve into the aorta to reach all parts of the body. This happens at the same time when the right ventricle pumps the blood into pulmonary artery at the other side of heart. This cycle repeats. അപ്പോൾ ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സുകളാണ്. ഒന്ന് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റവും മറ്റൊന്ന് കാർഡിയോവാസ്കുലർ സിസ്റ്റവും. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ മാർക്ക് നോക്കി, ആ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്ര മാർക്കിന് ചോദിച്ചാലും ടോട്ടലി ഉള്ള ആൻസറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പഠിക്കുക, ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.